അടുത്ത പ്രോബ്ലം പറഞ്ഞാൽ 3 ഇൻറ്റിജർ വാല്യൂസ് നമ്മൾ റീഡ് ചെയ്യുക. അതിലെ ഏറ്റവും മാക്സിമം വാല്യൂ പ്രിന്റ് ചെയ്യുക. അതായത് റീഡ് 3 integers ഫ്രം യൂസർ ആൻഡ് ഫൈൻഡ് ദി മാക്സിമം ഓഫ് 3 numbers. എന്നിട്ട് സിമ്പിൾ എക്സാമ്പിൾ ആണ് ടെസ്റ്റ് കേസ് 1. അതായത് എൻ്റർ ദി 3 numbers ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ യൂസർ 3 വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു, 5, 40, 120. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് മാക്സിമം ഓഫ് 3 numbers ഈസ് 120. അതായത് ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ 120 ആണ്, അത് പ്രിന്റ് ചെയ്യണം. അതേപോലെ ടെസ്റ്റ് കേസ് 2 3 numbers പ്രിന്റ് ചെയ്തു, അതിൽ ഏറ്റവും മാക്സിമം 90, അപ്പോൾ 90 പ്രിന്റ് ചെയ്യണം. അതേപോലെ ടെസ്റ്റ് കേസ് 3 നമുക്ക് 130 ആണ് മാക്സിമം വാല്യൂ, അതേപോലെ 130 പ്രിന്റ് ചെയ്യണം. ഈ പ്രോഗ്രാമിൽ നമ്മൾ ആദ്യം 3 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ 3 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് 3 integer വേരിയബിൾ, ഇൻറ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? ഇൻറ്റ് n1 n2 n3 കൊണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ read 3 integer values from user. യൂസറിൽ നിന്ന് 3 integer values റീഡ് ചെയ്യുക. അതിന് നമ്മൾ യൂസ് ചെയ്യുക എന്താ? സ്കാനഫ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുക. റീഡ് ചെയ്യാൻ എപ്പോഴും സ്കാനഫ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുക, ഇൻപുട്ട് വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്കാനഫിൽ 3 integer വാല്യൂ ഉണ്ട്, %d. അതിനുശേഷം അതേ ഓർഡറിൽ തന്നെ വേരിയബിൾ നെയിം കൊടുക്കുക, n1 n2 n3. ഇതാണ് റീഡ് ചെയ്യാനുള്ള സ്റ്റെപ്പ്. അടുത്തതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് ലോജിക്ക്. ഇനിയാണ് നമ്മൾ ലോജിക്ക് തിങ്ക് ചെയ്യേണ്ടത്. 3 വേരിയബിൾ n1 n2 n3 നമുക്ക് യൂസറിൽ നിന്ന് കിട്ടിയായിരിക്കും. അപ്പോൾ n1 30, n2 40, n3 50. ഇതിലെ ഏറ്റവും വലിയ സംഖ്യ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചെറിയ ലോജിക്ക് പറഞ്ഞാൽ ഈ n1 n2 ആയിട്ടും കമ്പയർ ചെയ്യുക, ഈ n1 n3 ആയിട്ടും കമ്പയർ ചെയ്യുക. അതായത് n1 ഗ്രേറ്റർ ദാൻ n2 ആണെന്ന് ചെക്ക് ചെയ്യുക, അതേപോലെ n1 ഗ്രേറ്റർ ദാൻ n3 ആണ് ചെക്ക് ചെയ്യുക. രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ n1 ആണ് വലിയ സംഖ്യ. അതേപോലെ തന്നെ n2 കണ്ടുപിടിക്കാൻ n2 n3നേക്കാൾ വലുതാണെന്ന് ചെക്ക് ചെയ്യുക, അതേപോലെ n2 n1നേക്കാൾ വലുതാണെന്ന് ചെക്ക് ചെയ്യുക. രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ n2 ആയിരിക്കും വലുത്. അതേപോലെ n3 n1നേക്കാൾ വലുതാണെന്ന് ചെക്ക് ചെയ്യുക, n3 n2നേക്കാൾ വലുതാണെന്ന് ചെക്ക് ചെയ്യുക. രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ n3 ആയിരിക്കും വലുത്. ഇതാണ് ഇതിന്റെ ലോജിക്ക്. ഇനി പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ രണ്ട് കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നെസ്റ്റഡ് ഇഫ് യൂസ് ചെയ്യണം. അതായത് ആദ്യം ഞാനൊരു ഇഫ് കൊടുത്തു, ഇഫിന്റെ അകത്ത് n1 ഗ്രേറ്റർ ദാൻ n2 ആണ് ചെക്ക് ചെയ്തു. ഇനി അതിന്റെ അകത്തെ കോഡാണ് ഞാൻ പറയുന്നത്, ഇഫിന്റെ അകത്തുള്ള കോഡ്. ഈ n1 ഗ്രേറ്റർ ദാൻ n2 ആണെന്ന് ചെക്ക് ചെയ്ത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ n1 n2 n3 ഇതിലിപ്പോ n1 n2 കമ്പയർ ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി n1 ആണ് n2നേക്കാൾ വലുത്. ഇപ്പോൾ ഉള്ളതിൽ n1 ആണ് ഏറ്റവും വലുത്, n2 അതിനേക്കാൾ ചെറുതാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ n1 n3 ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ n1 n3യിലും n1 ആണ് n3 വലുതെങ്കിൽ n1 ആയിരിക്കും ഏറ്റവും ടോപ്പ് വാല്യൂ. അപ്പൊ ഇതിനകത്ത് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുക, ഇഫിന്റെ അകത്ത് n1 ഗ്രേറ്റർ ദാൻ n3 ആണ് ചെക്ക് ചെയ്യുക. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും n1 ആണ് ഏറ്റവും വലിയ സംഖ്യ. ഈ കണ്ടീഷൻ ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും n3 ആണ് ഏറ്റവും വലിയ സംഖ്യ. കണ്ടോ, ഇതാണ് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ. അപ്പൊ ഇവിടെ ഇതിനകത്ത് നമ്മൾ if else കൊടുക്കുക. ഇനി ഇതേ സാധനം തന്നെ രണ്ടെണ്ണം കൂടി വീണ്ടും കൊടുക്കുക. അതായത് ഇഫിന്റെ അകത്ത് n2 ആണ് വലുതെന്ന് ചെക്ക് ചെയ്യുക, n2 ഗ്രേറ്റർ ദാൻ n1 ആണെന്ന് ചെക്ക് ചെയ്യുക. അതിനകത്ത് വീണ്ടും ഇഫിന്റെ അകത്ത് n2 ഗ്രേറ്റർ ദാൻ n3 ആണെന്ന് ചെക്ക് ചെയ്യുക. ട്രൂ ആണെങ്കിൽ n2 ആയിരിക്കും വലുത്, ഫോൾസ് ആണെങ്കിൽ n3 ആയിരിക്കും വലുത്. ഇനി വീണ്ടും ഒരു if കൂടി കൊടുക്കുക. ഇഫിന്റെ അകത്ത് n3 ഗ്രേറ്റർ ദാൻ n1 ആണെന്ന് ചെക്ക് ചെയ്യുക. അതിന്റെ അകത്ത് വീണ്ടും ഇഫിന്റെ അകത്ത് n3 ഗ്രേറ്റർ ദാൻ n2 ആണെന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എൽസ് പറഞ്ഞാൽ ഇത് ഫോൾസ് ആണെങ്കിൽ, ഇത് ട്രൂ ആണെങ്കിൽ n3 ആണ് ഏറ്റവും വലുത്, ഇത് ഫോൾസ് ആണെങ്കിൽ n2 ആണ് ഏറ്റവും വലുത്. ഇതിന് നമ്മൾ കോഡിലേക്ക് കൊണ്ടുപോകുക. ആദ്യം നമുക്ക് 3 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. 3 ഇന്റിജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻറ്റ് n1 n2 n3 3 വേരിയബിൾ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് പ്രിന്റ് ചെയ്യണം എൻ്റർ ദി 3 numbers. അത് ഞാൻ പ്രിന്റ് എഫ് കൊടുത്തു. അതിനുശേഷം എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? എൻ്റർ 3 numbers. അപ്പോൾ ഞാൻ ഈ ലൈൻ ജസ്റ്റ് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് 3 വാല്യൂസ് റീഡ് ചെയ്യണം. നമുക്ക് യൂസറിന് 3 വാല്യൂസ് റീഡ് ചെയ്യണം യൂസറിൽ നിന്ന്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ സ്കാനഫ് ആണ്. റീഡ് ചെയ്യാൻ സ്കാനഫ് ആണ് യൂസ് ചെയ്യുക. 3 വാല്യൂസും നമ്മൾ ഒറ്റയടിക്കലാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ സ്കാനഫിന്റെ അകത്ത് 3% കൊടുക്കുക. 3 ഇന്റിജർ വാല്യൂ ആണ് നമ്മൾ സ്റ്റോറി റീഡ് ചെയ്യുന്നത്. അതിനുശേഷം അതേ ഓർഡറിൽ തന്നെ നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുക. ഇവിടെ വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ നമ്മൾ ആംപർസൻഡ് ഓപ്പറേറ്റർ കൂടി കൊടുക്കണം, കാരണം അഡ്രസ്സും കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. അഡ്രസ്സിലേക്കാണ് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ആംപർസൻഡ് ഓപ്പറേറ്റർ കൊടുക്കുക, വേരിയബിൾ നെയിം കൊടുക്കുക, അതേ ഓർഡറിൽ n1 n2 n3. അപ്പോൾ നമ്മൾ 3 വാല്യൂസ് റീഡ് ചെയ്തു. നമ്മുടെ അടുത്ത സ്റ്റെപ്പും കഴിഞ്ഞു. സെമിക്കോളൻ ഇടുക. എല്ലാ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴും സെമിക്കോളൻ ഇടണം. സെമിക്കോളൻ ഇട്ടില്ലെങ്കിൽ നമുക്ക് എറർ കിട്ടും. ഇനി അടുത്താണ് ലോജിക്ക്. അപ്പോൾ ആദ്യം നമ്മൾ ഇഫിന്റെ അകത്ത് n1 ആണോ n2നേക്കാൾ വലുതെന്ന് ചെക്ക് ചെയ്തു, n1 ഗ്രേറ്റർ ദാൻ n2 ആണെന്ന് ചെക്ക് ചെയ്തു. ഇനി അതിന്റെ അകത്ത് വീണ്ടും അടുത്ത കണ്ടീഷൻ എന്തുട്ടാ? n1 തന്നെ n3 ആയിട്ട് കമ്പയർ ചെയ്യുക. ഇഫ് n1
ഗ്രേറ്റർ ദാൻ n3 ആണെന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ പ്രിന്റ് എഫ് എന്താ കൊടുക്കേണ്ടത്? ഇതിന്റെ അകത്തുള്ള n1 ആണ് വലിയ സംഖ്യ. അപ്പൊ നമ്മൾ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? മാക്സിമം ഓഫ് 3 numbers ഈസ് n1 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതായത് n1 ഇങ്ങനെ പ്രിന്റ് ചെയ്താൽ കിട്ടില്ല. ഈ n1ന്റെ അവിടെ നമുക്ക് അതാത് വാല്യൂ കിട്ടുകയാണെങ്കിൽ പെർസെന്റേജ് d കൊടുക്കണം, ഫോർമാറ്റ് സ്പെസിഫയർ. അതിനുശേഷം കോമ ഇടുക, ഇനി n1 കൊടുക്കുക. അപ്പൊ n1ൽ ഏത് വാല്യൂ ആണോ നമ്മൾ യൂസർ ടൈപ്പ് ചെയ്യുന്നത് ആ വാല്യൂ ഇവിടേക്ക് റീപ്ലേസ് ആവും. ഞാൻ ജസ്റ്റ് സെമിക്കോളം കൊടുക്കുക. ഇവിടെ നമ്മൾ ഒറ്റ ലൈനെ കൊടുക്കണല്ലോ, ഈഫിന്റെ അകത്ത് ഒറ്റ ലൈനെ നമുക്ക് കോഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഈ ബ്രാക്കറ്റ് ഞാൻ കൊടുക്കണില്ല. കോഡ് എന്തിനാ വലുതാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാതെ പോലെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ലൈൻ കൊടുത്തു. ഈ കണ്ടീഷൻ ഫോൾസ് ആയിരിക്കുക. n1 ഗ്രേറ്റർ ദാൻ n3 ആണെങ്കിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യുക. ഇനി അഥവാ n3 ആണ് n1 വലുതെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ജസ്റ്റ് എൽസ് പാർട്ട് കൊടുക്കണം. എൽസ് പാർട്ട് കൊടുക്കുക, പ്രിന്റ് എഫ് കൊടുക്കുക. അതിന്റെ അകത്ത് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? n3 ആണ് വലുത്. അപ്പൊ അവിടെ എന്താ കൊടുക്കേണ്ടത്? പെർസെന്റേജ് d കൊടുക്കുക. ഇനി n3 എന്ന് കൊടുക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ. ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞാൽ n1 ആണ് വലുതെങ്കിൽ നമുക്ക് ഇത് പ്രിന്റ് ചെയ്യും. ഇനി ഈ കണ്ടീഷൻ ഫോഴ്സ് ആണ്. n1 n2 വലുതാണെങ്കിൽ അടുത്ത കണ്ടീഷനിലേക്ക് പോകണം. അപ്പൊ നമ്മൾ അടുത്ത കണ്ടീഷനിലേക്ക് ഉള്ളത് എൽസ് ഇഫ് കൊടുക്കുക. അതായത് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എൽസ് ഇഫ് കൊടുക്കുക. എൽസ് ഇഫ് അതായത് n1 അടുത്ത ചെക്ക് ചെയ്യുന്നത് n2 ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് n2 ഗ്രേറ്റർ ദാൻ n1 ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. n2 ഗ്രേറ്റർ ദാൻ n1 ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ n2 ഗ്രേറ്റർ ദാൻ n1 ആണെന്ന് ചെക്ക് ചെയ്തു. ഇനി n2 n3 ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈഫിന്റെ അകത്ത് n2 ഗ്രേറ്റർ ദാൻ n3 ആണെന്ന് ചെക്ക് ചെയ്തു. അപ്പൊ ഈ കണ്ടീഷനും കൂടി ട്രൂ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? n2 ഗ്രേറ്റർ ദാൻ n1, n2 ഗ്രേറ്റർ ദാൻ n3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? n2 ആണ് ഏറ്റവും വലുത്. അപ്പൊ ഞാൻ ജസ്റ്റ് ലൈൻ കോപ്പി ചെയ്യാണ്, അതിനുശേഷം ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. ഇവിടെ നമ്മൾ n1 വരെ എന്താ കൊടുക്കേണ്ടത്? n2 എന്നാണ് കൊടുക്കേണ്ടത്. ഈ കണ്ടീഷൻ ഫോഴ്സ് ആണെങ്കിൽ n3 ആയിരിക്കും പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് എൽസിന്റെ അവിടെ എന്താ കൊടുക്കേണ്ടത്? എൽസ് ഇവിടെ പ്രിന്റ് എഫിന്റെ അവിടെ എന്താ കൊടുക്കേണ്ടത്? n3. ഇനി വീണ്ടും ഒരെണ്ണം കൂടി കൊടുക്കണം, അടുത്തൊരു എൽസിഫും കൂടി കൊടുക്കണം. അതിലാണ് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യുന്നത്. ഏത്? n3 ആണ് വലുതെന്ന് ചെക്ക് ചെയ്യുന്നത്. അതായത് n3 ഗ്രേറ്റർ ദാൻ n1 ആണ് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ n3 ഗ്രേറ്റർ ദാൻ n2 ആണെന്ന് ചെക്ക് ചെയ്യും. ഇവിടെ രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ n3 ഔട്ട്പുട്ട് കിട്ടും. ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ n2 കിട്ടും. ഇതാണ് നമ്മൾ പറഞ്ഞ ലോജിക്ക്. അപ്പോൾ നമ്മൾ 3 കണ്ടീഷനായി. n1 ഗ്രേറ്റർ ദാൻ n2 ചെക്ക് ചെയ്തു, അതേപോലെ n2 ഗ്രേറ്റർ ദാൻ n1 ആണ് ചെക്ക് ചെയ്തു, അതേപോലെ n3 ഗ്രേറ്റർ ദാൻ n1 ചെക്ക് ചെയ്തു. ഈ n1 എന്റെ സെപ്പറേറ്റ് വീണ്ടും കണ്ടീഷൻ ഈഫിന്റെ അകത്ത് n1 ഗ്രേറ്റർ ദാൻ n3 ചെക്ക് ചെയ്തു. ഈ കണ്ടീഷൻ ഓൾറെഡി ട്രൂ, ഇതും ട്രൂ. രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഈ രണ്ട് കണ്ടീഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും n1 ആണ് വലുതുന്നത്. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും n3 ആണ് വലുതുന്നത്. ഞാൻ അതേപോലെ തന്നെ ഇവിടെ ചെക്ക് ചെയ്തു, n2 ആണ് n1 വലുതുന്നത്, അതേപോലെ n2 ആണ് n3 വലുത്. രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ n2 ആണ് റെഡി. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും n3 ആണെന്ന് വലുത്. ഞാൻ അതേപോലെ തന്നെ ഇതിൽ n3 ആണോ n1 വലുത്, അതേപോലെ n3 ആണോ n2 വലുത്. രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇതിലേക്ക് പോകൂ. അപ്പൊ നമുക്ക് n3 വലുതാണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യും, അതേ ഫോൾസ് ആണെങ്കിൽ n2 പ്രിന്റ് ചെയ്യും. ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യണം. ജസ്റ്റ് സേവ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്യാണ്. കമ്പൈൽ ചെയ്യാൻ gcc program.c എറർ ഉണ്ടാകും. പ്രിന്റ്എഫ് 11th ലൈനിൽ ടി കൊടുത്തിട്ടില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഞാൻ അവിടുത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകും. ഇവിടെ ടി കൊടുത്തിട്ടില്ല, ഇവിടെ ടി കൊടുത്തിട്ടില്ല. കോപ്പി പേസ്റ്റ് അടിക്കുമ്പോൾ പറ്റിയ മിസ്റ്റേക്ക് ആണ്. ഇവിടെ ടി കൊടുത്തിട്ടില്ല. ഇനി ഞാൻ അതേ പ്രോഗ്രാമിനെ വീണ്ടും കമ്പൈൽ ചെയ്യാണ്, gcc program.c. അതിനുശേഷം ഞാൻ ജസ്റ്റ് റൺ ചെയ്തപ്പോൾ കണ്ട എൻ്റർ ദി ത്രീ നമ്പേഴ്സ് പറഞ്ഞിട്ട് 45 51 എൻ്റർ ചെയ്തു. അപ്പോൾ മാക്സിമം ഓഫ് 3 numbers 50. ഇതിൽ ഏറ്റവും മാക്സിമം നമ്പർ എന്താ? 50 ആണ്. ഞാൻ അതേ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്തു. ഞാൻ ആദ്യം വലിയ വാല്യൂ കൊടുത്തു 90, അതിനുശേഷം 45, അതിനുശേഷം 20 കൊടുത്തു. അപ്പോൾ അതിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 90 കിട്ടി. ഇനി ഞാൻ അതേ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്തു. ഇനി ഞാൻ ഏറ്റവും ലാസ്റ്റ് ആണ് വലിയ വാല്യൂ കൊടുക്കുന്നത്, 10, 25, 45. അപ്പോൾ മാക്സിമം വാല്യൂ 45 കിട്ടി. ഇതാണ് നമ്മുടെ കോഡ്. ആദ്യം 3 വാല്യൂ റീഡ് ചെയ്തു, പിന്നെ 3 വാല്യൂ സ്കാൻ ചെയ്തു, പിന്നെ ലോജിക്ക്. ഇതാണ് നമ്മുടെ ലോജിക്ക്.